ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ബെസ്റ്റ് ഇൻട്രാഡേ ട്രേഡിംഗ് സ്ട്രാറ്റജി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന സ്ട്രാറ്റജി നിങ്ങൾക്ക് നിഫ്റ്റി 50ലും ബാങ്ക് നിഫ്റ്റിയിലും സെൻസെക്സിലും സ്റ്റോക്കിലൊക്കെ ഒരുപോലെ യൂസ് ചെയ്ത് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ട്രേഡ് എടുക്കാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജി കൂടിയാണ്. ഓക്കെ, ഇതിനു മുന്നേ ഞാൻ കുറച്ച് സ്ട്രാറ്റജീസിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമുക്ക് ഈ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഹൈ പ്രൊബാബിലിറ്റി ട്രേഡ് മാത്രമാണ് കിട്ടുക. കൂടാണ്ട് നമുക്ക് എന്നും ട്രേഡ് ചറവറ ട്രേഡ് ചെയ്തുകൊണ്ട് ബ്രോക്കറേജ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വളരെ കുറച്ച് ട്രേഡുകൾ മാത്രം കിട്ടുന്ന ഹൈ റിസ്ക് റിവാർഡുള്ള ട്രേഡുകളാണ് കിട്ടുക. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ എങ്ങനെയാണ് ഈ ഒരു സ്ട്രാറ്റജി വർക്ക് ആവുന്നതെന്ന് നോക്കാം. നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്നെ മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ നേരെ ഫസ്റ്റ് തന്നെ നമ്മൾ ഇൻഡിക്കേറ്റർ സെക്ഷനിലോട്ട് പോവാം. ഓക്കെ, നിങ്ങൾക്കൂടെ കാണാൻ പറ്റും. നിങ്ങൾ സെർച്ച് ചെയ്യുക EMA. ഓക്കെ, EMA എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും മൂവിങ് ആവറേജ് എക്സ്പോണൻഷ്യൽ എന്ന് വന്നിട്ടുണ്ടാവും. EMA. ഓക്കെ, മൂവിങ് ആവറേജ് എക്സ്പോണൻഷ്യൽ. നമ്മൾ ഇതിനകത്ത് 2 വട്ടം ക്ലിക്ക് ചെയ്യുക, കാരണം നമുക്ക് 2 മൂവിങ് ആവറേജ് വേണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു EMA ഹൈഡ് ചെയ്തിട്ട് ഒരു EMA നമ്മൾ ഈ സെറ്റിംഗ്സിലോട്ട് പോയി കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ SMA എന്നുള്ളത് EMA മാറ്റുക. ശേഷം ഇവിടെ 9 ആണല്ലോ, ഓൾറെഡി 9 ആണ്, നമ്മൾ അത് 20 മാറ്റാം. ഓക്കെ, 20 കളർ ഞാൻ ബ്ലൂ തന്നെയാണ് കൊടുത്തത്. ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും 20 MA ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് തന്നെ നോക്കുവാണെങ്കിൽ 20 MA ഇവിടെ വന്നിട്ടുണ്ട്. ടൈം ഫ്രെയിം, അതായത് ഈ ഒരു സ്ട്രാറ്റജിക്ക് നിങ്ങൾ യൂസ് ചെയ്യുന്ന ടൈം ഫ്രെയിം എന്ന് പറയുന്നത് 15 മിനിറ്റ് ആണ്. ഒരിക്കലും 5 മിനിറ്റിലും ഇത് വർക്കിംഗ് ആണ്. പക്ഷെ കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് നമുക്ക് ഇതിനകത്താണ് 15 മിനിറ്റിലാണ്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ നേരെ 15 മിനിറ്റിലോട്ട് ചേഞ്ച് ചെയ്യുക. ഓക്കെ, 15 മിനിറ്റ് ചാർട്ടാണ് ഈ കാണുന്നത്. ഓക്കെ, ഇപ്പോൾ അതായത് ഈ ഒരു 20 EMA കൺസെപ്റ്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മാർക്കറ്റിന്റെ ഒരു ഡയറക്ഷൻ മനസ്സിലാക്കാൻ വേണ്ടിയാണ് 20 EMA യൂസ് ചെയ്യുന്നത്, അതും 15 മിനിറ്റിൽ. അതായത് മാർക്കറ്റ് ഇന്ന് ഏത് ട്രെൻഡാണ്, നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാർ എങ്ങനെയാണ് ലോസ് ആകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മാർക്കറ്റിന്റെ ട്രെൻഡ് അറിയാണ്ടായിരിക്കും നമ്മൾ ഒരു ട്രേഡ് എടുക്കുക. കാരണം മാർക്കറ്റിന്റെ ട്രെൻഡ് ഒരു അപ് ട്രെൻഡ് ആണെങ്കിൽ നമ്മുടെ അവിടെ പോയിട്ടൊരു ബിയറിഷ് ട്രേഡ് ആണ് എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ലോസ് കിട്ടും. ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം മാർക്കറ്റിന്റെ ട്രെൻഡ് ആണ്. അത് നിങ്ങൾ ഏത് സ്ട്രാറ്റജി യൂസ് ചെയ്താലും ഫസ്റ്റ് നമ്മൾ മാർക്കറ്റിന്റെ ട്രെൻഡ് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു 20 EMA നമുക്ക് കറക്റ്റ് ആയിട്ട് മാർക്കറ്റ് ഏത് ട്രെൻഡ് ആണ് ഇന്ന്, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്ന് നമുക്ക് ഏത് ട്രെൻഡ് ആണെന്ന് മാർക്കറ്റ് പറഞ്ഞു തരും. ഓക്കെ, അതായത് നിങ്ങൾക്ക് കാണാൻ പറ്റും 9:15 മാർക്കറ്റ് ഓപ്പൺ ആയി. മാർക്കറ്റ് ഇവിടെ ക്ലോസിംഗ് ആണ് എവിടെയാണ്, 20 EMA മുകളിലാണ്. അപ്പൊ മാർക്കറ്റ് ഒരു അപ് ട്രെൻഡ് ആണ്. നമ്മൾ ഒരിക്കലും മാർക്കറ്റ് തുടങ്ങി ഉടനെ തന്നെ ട്രേഡ് ചെയ്യാറില്ല. നമുക്കറിയാൻ പറ്റും എല്ലാവരും ട്രേഡ് ചെയ്യുന്ന ഒരു 9:30 ഒക്കെ കഴിഞ്ഞിട്ടാണ്. മാർക്കറ്റിന്റെ മൂവ് എന്താണ്, എങ്ങോട്ടാണ് നോക്കിയിട്ടൊക്കെയാണ് ട്രേഡ് ചെയ്യുക. ഓക്കെ, 20 EMA മുകളിലോട്ട് വരുമ്പോൾ മാർക്കറ്റ് ഒരു അപ് മൂവ് ആണ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ കാണാൻ പറ്റും ചില സമയങ്ങളിൽ ഇവിടം വരെ വന്നിട്ട് ഡൗൺ ആവുന്നത് അത് കാണാൻ പറ്റും. അത് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം, അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഓക്കെ, ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു 20 EMA ചുരുക്കി പറഞ്ഞാൽ 20 EMA എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് മാർക്കറ്റിന്റെ ട്രെൻഡ്, അതായത് ഡെയിലി ട്രെൻഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഈ ഒരു 20 EMA യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് EMA എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ പോവാം. നെക്സ്റ്റ് EMA എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു 9 EMA ഇനബിൾ ചെയ്തിട്ട് സെറ്റിംഗ്സിൽ പോയിട്ട് നോർമലി നമ്മൾ EMA 5 കൊടുക്കുക. ഓക്കെ, 5 EMA കളർ നമുക്ക് ബ്ലാക്ക് കൊടുക്കാം, കാരണം വൈറ്റിൽ കുറച്ച് ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടി നമുക്ക് ബ്ലാക്ക് കൊടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് 2 EMA ഇവിടെ വന്നിട്ടുണ്ട്, അതായത് 520 EMA. ഇനി നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഇതിനകത്ത് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് റൂൾസുകളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അത് നിങ്ങൾ ഫോളോ ചെയ്യണം. വെറുതെ നിങ്ങൾ പോയിട്ട് ട്രേഡ് എടുക്കരുത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നോട്ട് നമുക്ക് ബാക്കോട്ട് പോവാം. അതായത് August 20 മുതലാണ് നമ്മൾ റിവേഴ്സ് പോകുന്നത്. നമുക്ക് നോക്കാം ഈ ഒരു സ്ട്രാറ്റജി എങ്ങനെയാണ് വർക്ക് ആവുന്നത് എന്ന്. ഓക്കെ, ഫസ്റ്റ് തന്നെ ഞാൻ പറയാം ഈ ഒരു ട്രേഡ് എങ്ങനെയാണ് എടുക്കേണ്ടത് പറയാം. ഒരിക്കലും നിങ്ങൾ 9:15 to 9:30, അതായത് ഫസ്റ്റ് ക്യാൻഡലിൽ നിങ്ങൾ ഒരു തരത്തിലുള്ള ട്രേഡും എടുക്കാൻ വേണ്ടി പാടില്ല. നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അതായത് നമ്മൾ ഈ 9:15 ക്യാൻഡലിൽ നമ്മൾ ട്രേഡ് ഇല്ല. നമ്മൾ മാർക്കറ്റിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് കറക്റ്റ് ആയിട്ട് നോക്കി നിൽക്കണം. ഓക്കെ, അത് എപ്പോഴായിക്കോട്ടെ, ഏതൊരു ദിവസവും ആയിക്കോട്ടെ, നമുക്ക് ഫസ്റ്റ് 9:15 ക്യാൻഡിൽ ട്രേഡ് ഇല്ല. ഓക്കെ, നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്തു. നമ്മൾ ഫസ്റ്റ് പറഞ്ഞ കൺസെപ്റ്റ് എന്താണ്, 20 EMA മുകളിലാണ് മാർക്കറ്റിംഗ്, നമ്മൾ കോൾ സൈഡിലോട്ടാണ് ട്രേഡ് എടുക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, 20 EMA താഴെയാണെങ്കിൽ നമ്മൾ
ഒരു ബിയറിഷ് ട്രേഡ് ആണ് പ്ലാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഇന്നത്തെ ദിവസം നമുക്ക് ഇവിടെ 20 EMA മുകളിൽ നമുക്കൊരു ക്യാൻഡിൽ ക്ലോസിങ് കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് നമ്മളൊരു അപ്സൈഡിലോട്ട് ട്രേഡ് പ്ലാൻ ചെയ്യാം. ഓക്കെ, അപ്സൈഡിലോട്ട് ട്രേഡിംഗ് പ്ലാൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു 20 EMA സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് മുകളിലോട്ട് 5 EMA മുകളിലോട്ട് ക്ലോസ് ആവുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. ഓക്കെ, ഈ ഒരു സ്ട്രാറ്റജിയിൽ നമുക്ക് രണ്ട് രീതിയിൽ ട്രേഡ് ചെയ്യാം. ഫസ്റ്റത്തെ രീതിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതായത് 20 EMA സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് 5 EMA മുകളിൽ ക്ലോസിംഗ് വരുന്നുണ്ടോ നോക്കാം. ഓക്കെ, അതായത് നിങ്ങൾക്ക് കാണാൻ പറ്റും 20 EMA സപ്പോർട്ട് ഇവിടെ എടുത്ത് 5 EMA മുകളിൽ ക്ലോസ് ചെയ്തു. നമ്മൾ ഈ ഒരു 5 EMA മുകളിൽ ക്ലോസ് ചെയ്യുന്ന ഒരു നെക്സ്റ്റ്, അതായത് ക്ലോസ് ചെയ്തിട്ട് നെക്സ്റ്റ് ക്യാൻഡിൽ 5 EMA ടച്ച് ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾ ട്രേഡ് എടുക്കാവുന്നതാണ്. ഓക്കെ, അതായത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ക്ലോസ് ചെയ്തു 20 EMA സപ്പോർട്ട് എടുത്ത് ഇവിടെ ക്ലോസ് ചെയ്തു 5 EMA പുൾ ബാക്ക് വന്ന് നമ്മൾ ഇവിടെ ട്രേഡ് എടുത്തു. ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത് എത്ര പോയിന്റ് ആണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നമുക്ക് 20 പോയിന്റ് ആണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ലോങ് ചെയ്തിട്ട് നമ്മൾ ഇവിടുന്നാണ് ട്രേഡ് എടുത്തത്. നമുക്ക് 20 പോയിന്റ് ആണ് സ്റ്റോപ്പ് ലോസ് വേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ 20 പോയിന്റ് സ്റ്റോപ്പ് ലോസ് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം 20 EMA താഴെ തന്നെയാണ് നമുക്ക് സ്റ്റോപ്പ് ലോസ് വരുന്നത്. അപ്പോൾ 20 EMA എന്നുള്ളത് മിനിമം നമ്മൾ 1:3 നമുക്ക് എടുത്തേ പറ്റൂ. 1:3 താഴെ ഒരു റിസ്ക് റിവാർഡ് നമ്മൾ എടുക്കാൻ വേണ്ടി പാടില്ല. ഓക്കെ, ഈ ഒരു സ്ട്രാറ്റജിയിൽ നമുക്ക് 1:3 ഈസി ആയിട്ട് കിട്ടും. അതായത് 10 പോയിന്റ് സ്റ്റോപ്പ് ലോസും 30 പോയിന്റ് ടാർഗറ്റും. ഓക്കെ, നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും ഓൾമോസ്റ്റ് നമ്മുടെ 30 പോയിന്റ് ഹിറ്റായി വീണ്ടും ഡൗൺ ആയിട്ട് മാർക്കറ്റ് നമ്മുടെ ടാർഗറ്റ് തന്നിട്ട് മുകളിലോട്ടാണ് പോയത്. അതുകൊണ്ട് നമ്മൾ ഇത് നമ്മളെ ചാർട്ടിൽ ഇട്ട് കഴിഞ്ഞാൽ നിഫ്റ്റിയിൽ 60 പോയിന്റും 20 പോയിന്റും SL സെറ്റ് ചെയ്ത് നമ്മൾ ഇരിക്കുക. നമ്മുടെ ടാർഗറ്റ് എത്തിയതിനു ശേഷം മാത്രം എക്സിറ്റ് ചെയ്യുക. ഓക്കെ, ഇതാണ് ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് 20 EMA സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് ഒരു മുകളിലോട്ട് വരുമ്പോൾ 5 EMA നമുക്ക് സപ്പോർട്ട് എടുക്കുന്നുണ്ടോ നോക്കുക, എടുത്താൽ അവിടെ ട്രേഡ് ചെയ്യുക. സ്റ്റോപ്പ് ലോസ് 20 പോയിന്റ്, ടാർഗറ്റ് എത്രയാണ് 60 പോയിന്റ്, അതായത് നിഫ്റ്റിയിൽ. ഓക്കെ, ഇത് നിങ്ങൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് ഇന്ന്, അതായത് ഈ ഒരു ദിവസവും നമുക്ക് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതായത് 19-ാം തീയതി. ഓക്കെ, ആഗസ്റ്റ് 19 നിങ്ങൾക്ക് കാണാൻ പറ്റും മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ആയി. ഓക്കെ, ഇവിടെ ഓപ്പൺ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ റിവേഴ്സ് വന്നപ്പോൾ ഇത്രയും താഴോട്ട് നമുക്ക് ഒരു റിവേഴ്സ് വന്നു. ഇവിടെ നമുക്ക് തിരിച്ചു കയറി ക്ലോസിങ് വന്നു. ക്ലോസിങ് വന്നപ്പോൾ നമ്മൾ ഈ ഒരു പുൾ ബാക്കിൽ നമ്മൾ എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇവിടെ നമുക്ക് ടാർഗറ്റ് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, 20 EMA നമ്മൾ വെക്കുന്നുണ്ടെങ്കിൽ നമ്മളെ സ്റ്റോപ്പ് ലോസ് എപ്പോഴും 20 EMA താഴെയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇവിടുന്ന് 30 പോയിന്റ് നമുക്ക് ക്യാച്ച് ചെയ്യാവുന്നതാണ്. ഇതാണ് ഒരു മെത്തേഡ്. ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ 520 EMA ക്രോസ് ഓവർ ആണ്. ഓക്കെ, 520 EMA ക്രോസ് ഓവർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണിച്ചു തരാം ഡീറ്റെയിൽ ആയിട്ട്. ഓക്കെ, 520 EMA ക്രോസ് ഓവർ എന്ന് പറയുമ്പോൾ നിങ്ങൾ പോയിട്ട് ഡയറക്റ്റ് പോയിട്ട് 520 EMA ക്രോസ് ഓവർ ആയ ഉടനെ തന്നെ ട്രേഡ് എടുക്കരുത്. ഞാൻ പറഞ്ഞ ഫസ്റ്റ് മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ചോദിക്കുന്നു. ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്ന 520 EMA ക്രോസ് ഓവർ. ഓക്കെ, 520 EMA ക്രോസ് ഓവർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഗ്യാപ്പ് അപ്പ് ആയിട്ടാണ് 520 EMA ക്രോസ് ഓവർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ട്രേഡ് ചെയ്യരുത്. നിങ്ങൾ കറക്റ്റായി നോട്ട് ചെയ്യുക. ഗ്യാപ്പ് അപ്പ് ആയിട്ടാണ് 520 EMA ക്രോസ് ആവുന്നുണ്ടെങ്കിൽ ട്രേഡ് ചെയ്യാൻ പാടില്ല. ഗ്യാപ്പ് ഡൗൺ ആയിട്ടാണ് 520 EMA ക്രോസ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ക്രോസ് ഓവറിൽ ട്രേഡ് എടുക്കാൻ വേണ്ടി പാടില്ല. വെയിറ്റ് ചെയ്താൽ നെക്സ്റ്റ് ക്രോസ് ഓവറിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കൊരു ഗ്യാപ്പ് അപ്പായിട്ട് ക്രോസ് ഓവർ നമ്മൾ വെയിറ്റ് ചെയ്ത് മാർക്കറ്റ് ഡൗൺ ആവുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ കാണാൻ പറ്റും 20 EMA സപ്പോർട്ട് ഇവിടെ എടുത്തിട്ട് മാർക്കറ്റ് റിവേഴ്സ് ആയിട്ട് കയറി. ഓക്കെ, അപ്പൊ നമ്മൾ എന്തായി, നമ്മൾ ആദ്യം പറഞ്ഞ ആ ഒരു സെറ്റപ്പ് അവിടെ ആക്റ്റീവായി. നമ്മൾ എന്താണ് കോൾ സൈഡിലോട്ട് ഒരു ട്രേഡ് എടുത്തു. നമ്മളിവിടെ EMA ഓക്കെ പുൾ ബാക്കിൽ, അതായത് നമ്മൾ ഈ ഒരു ക്യാൻഡിൽ കഴിഞ്ഞ് ഈ ഒരു 5 EMA പുൾ ബാക്കിൽ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ 60 പോയിന്റ് വെയിറ്റ് ചെയ്തു. നമുക്കിവിടെ 1:3 ടാർഗറ്റ് അവിടെ കിട്ടി. ഓക്കെ, ഇതെന്താണ്, ഇത് ഒരു 520 EMA ക്രോസ് ഓവർ ട്രേഡ് അല്ല.
20 EMA സപ്പോർട്ട് ട്രേഡ് ആണ് ഇത്. ഓക്കെ, 20 EMA ഇതുപോലെ സപ്പോർട്ടുകൾ വരുന്നുണ്ട്, നമുക്ക് അവിടെ ട്രേഡ് എടുക്കാനാണ്. ഫസ്റ്റ് രീതി ഇത് നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഫസ്റ്റ് രീതി ഇതാണ്. ഇത് രണ്ടാമത് നമ്മൾ നോക്കുന്നത് 520 EMA ക്രോസ് നോക്കാം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും 520 EMA ക്രോസ്. ഇവിടെ 520 EMA ക്രോസ് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ക്രോസ് വന്നതിന് ശേഷം നെക്സ്റ്റ് പുൾ ബാക്കിൽ 5 EMA പുൾ ബാക്കിൽ, അതായത് ക്യാൻഡിൽ വീണ്ടും 5 EMA ടച്ച് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ നമുക്ക് അവിടുന്ന് പുട്ട് സൈഡിലോട്ട് ട്രേഡ് എടുക്കാവുന്നതാണ്. അവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ വരുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് മാർക്കറ്റ് ഇവിടെ തിരിച്ചു കയറണം, ഒരിക്കലും കയറില്ല. ഈ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്യുമ്പോൾ ആ ഒരു ടൈമിൽ പരമാവധി ടൈമിൽ മാർക്കറ്റ് കയറാറില്ല, റിവേഴ്സ് വരാറാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടുന്ന് ഒരു ഡൗൺ സൈഡിലോട്ട് ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് എത്ര പോയിന്റ് ആണ് അവിടുന്ന് ക്യാച്ച് ആയത് ഒന്ന് നോക്കാം. ഓക്കെ, ഇവിടുന്ന് നമ്മൾ ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ സ്റ്റോപ്പ് ലോസ് ഇരിക്കും. നമുക്ക് ഇവിടുന്ന് എക്സാക്റ്റ് ആയിട്ട് 60 പോയിന്റ് നമുക്ക് ഈസി ആയിട്ട് കിട്ടും. അതിൽ കൂടുതലും മാർക്കറ്റിൽ മൂവ് വരും. പക്ഷെ നിങ്ങൾ മിനിമം 60 പോയിന്റ് എടുക്കണം. 20 പോയിന്റ് എസ് എൽ വെക്കുമ്പോൾ നമുക്ക് എന്താണ്, നമ്മുടെ 20 EMA മുകളിലായിട്ട് നമുക്ക് SL വെക്കാനും പറ്റും. അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് സേഫ് ആയിട്ടിരിക്കും. സ്റ്റോപ്പ് ലോസ് അടിക്കാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് 20 EMA ക്രോസിന്റെ ഒരു ഐഡിയ മനസ്സിലായെന്ന് ചോദിക്കും. നെക്സ്റ്റ് നമുക്ക് ക്രോസ് ഓവർ നോക്കാം. നെക്സ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഒരു ക്രോസ് ഓവർ ആയിട്ടുണ്ട് അല്ലേ, പക്ഷെ നിങ്ങൾക്ക് ഇവിടെ ട്രേഡ് ഉണ്ടോ? ഇല്ല. കാരണം എന്താ, 20 EMA പുൾ ബാക്ക് വരണം. ഇവിടെ പുൾ ബാക്ക് വന്നിട്ടില്ല, 20 EMA മാർക്കറ്റ് ടച്ച് ആയിട്ടില്ല, നമ്മൾ ഇവിടെ ട്രേഡ് എടുക്കില്ല. നെക്സ്റ്റ് നമുക്ക് എന്താണ്, ഇവിടെയാണ് ഒരു പുൾ ബാക്ക് കിട്ടിയത്. അപ്പൊ ഇവിടെ ട്രേഡ് എടുക്കണോ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് 520 EMA ക്രോസ് ആയ ശേഷം നെക്സ്റ്റ് 2 ക്യാൻഡിൽ നിങ്ങൾക്ക് 5 EMA പുൾ ബാക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ട്രേഡ് നിങ്ങൾ അവോയ്ഡ് ചെയ്യണം. മനസ്സിലായില്ലേ? നിങ്ങൾ ഇതാണ് പറഞ്ഞ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. ഈ ഒരു പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്ത് നോക്കുക. 520 EMA ക്രോസ് ഓവർ ചെയ്യുന്ന ടൈമിൽ ഫസ്റ്റ് പറഞ്ഞത് ഗ്യാപ്പ് അപ്പ് ആയി ക്രോസ് ഓവറും ഗ്യാപ്പ് ഡൗൺ ആയുള്ള ക്രോസ് ഓവറും ട്രേഡ് ചെയ്യാൻ വേണ്ടി പാടില്ല. അതുപോലെ തന്നെ 5 EMA 20 EMA ക്രോസ് ചെയ്ത് കഴിഞ്ഞ ശേഷം നെക്സ്റ്റ് 2 ക്യാൻഡിൽ 15 മിനിറ്റ് 2 ക്യാൻഡിൽ പുൾ ബാക്ക് വന്നില്ലെങ്കിൽ ആ ഒരു ക്രോസ് ഓവറിൽ ട്രേഡ് ചെയ്യാൻ വേണ്ടി പാടില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ട്രേഡ് ചെയ്തില്ല. ഈ ഒരു പുൾ ബാക്കിൽ നമ്മൾ ട്രേഡ് വെയിറ്റ് ചെയ്തു. ഇവിടെ കാണാൻ പറ്റും 20 EMA സപ്പോർട്ട് ഇവിടെ എടുത്തിട്ട് മാർക്കറ്റ് വീണ്ടും 5 EMA മുകളിലോട്ട് പോയി. നമ്മൾ ഇവിടുന്ന് ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മൂവ് ക്യാച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അതുപോലെ നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ക്രോസ് ഓവർ ആയി 5 EMA, ഇവിടെ ഒരു പുൾ ബാക്ക് വന്നിട്ടുണ്ട്. നമ്മൾ ഇവിടെ ട്രേഡ് എടുത്തു. ഓക്കെ, ട്രേഡ് എടുത്തു കഴിഞ്ഞിട്ട് എന്താണ്, നമുക്ക് ഓൾമോസ്റ്റ് ഇത് എത്ര ടാർഗറ്റ് വന്നിട്ടുണ്ട്, 400. ഓക്കെ, 60 പോയിന്റ് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ഇതാണ് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 60 പോയിന്റ് കിട്ടി കഴിഞ്ഞാൽ ആ ഒരു ട്രേഡിൽ നിന്ന് എക്സിറ്റ് ആവുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രയൽ ചെയ്യാം. ഓക്കെ, ഞാൻ ട്രയൽ ചെയ്യാൻ സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്യാമെന്ന് ഞാൻ പറയില്ല. ഓക്കെ, ഇവിടെ നമുക്ക് ട്രേഡ് ഇല്ല. കാരണം ഇവിടെ നമുക്ക് ക്രോസ് ഓവർ ആയ പക്ഷെ പുൾ ബാക്ക് തരാത്തതുകൊണ്ട് നമ്മൾ ആ ഒരു ട്രേഡ് നമ്മൾ എടുത്തിട്ടില്ല. നമുക്ക് ട്രേഡ് ഇല്ല. ഇവിടെ കാണാൻ പറ്റും ഇവിടെ നമുക്ക് ക്രോസ് ഓവർ ആയി പുൾ ബാക്ക് വന്നു. നമ്മൾ ഇവിടുന്ന് ട്രേഡ് ചെയ്തിട്ട് മീൻസ് ഓൾമോസ്റ്റ് 1:3 ടാർഗറ്റ് കിട്ടിയിട്ടുണ്ടാകും. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ക്രോസ് ഓവർ ആയി നമ്മൾ ട്രേഡ് എടുത്തു, 20 പോയിന്റ് SL വെച്ചു. പിന്നെ ഒരു കാര്യം, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും മാർക്കറ്റ് റിവേഴ്സ് ആയി ഇത്രത്തോളം വന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ 20 പോയിന്റ് SL അടിക്കും വരെ വെയിറ്റ് ചെയ്യണം. SL അടിക്കും ജസ്റ്റ് അവിടെ പോയി ടച്ച് ചെയ്ത് താഴോട്ട് വരാം, ആ ഒരു രീതി. അപ്പൊ നിങ്ങൾ ആ ഒരു ടൈമിൽ മാർക്കറ്റിൽ ട്രേഡ് എടുത്താലേ ഇതിന്റെ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ കാണുമ്പോഴാണ് നിങ്ങൾക്ക് ഇത് മനസ്സിലായത്. ജസ്റ്റ് ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നും, പക്ഷെ മാർക്കറ്റിൽ ട്രേഡ് എടുത്ത് നോക്കിയാലേ ഇതിന്റെ അവസ്ഥ മനസ്സിലാവും. ഓക്കെ, അപ്പം ഇവിടെ നിങ്ങൾ സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്റ്റോപ്പ് ലോസിന്റെ മുകളിലോട്ട് ഒരു ക്യാൻഡിൽ ക്ലോസ് ആവുന്നുണ്ടോ നോക്കാം. അത് 15 മിനിറ്റ് അല്ല, 5 മിനിറ്റ് ഒരു ക്യാൻഡിൽ ക്ലോസ് ആവുന്നുണ്ടോ നോക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ എന്താണ് ട്രേഡ് എടുത്തിട്ട് ഇവിടെ നമ്മളെ അതായത് SL അടുത്ത് വരെ വന്നിട്ട് മാർക്കറ്റ് റിവേഴ്സ് ആയി നമ്മൾ ടാർഗറ്റ് തന്നു. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്താണ്, ഇവിടെ നമുക്ക് ടൈമിങ് നമുക്ക് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെ ട്രേഡ് ഇല്ല. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ക്രോസ് ഓവർ ആയി പുൾ ബാക്ക് വന്ന് ട്രേഡ് എടുത്തു, പ്രോഫിറ്റ്. ഓക്കെ, ഇതേപോലെയാണ്. ഇതാ ഞാൻ പറഞ്ഞതാണ്, ക്രോസ് ഓവർ ആയി ഫുൾ ബാക്ക്, ഫസ്റ്റ് ക്യാൻഡിൽ പുൾ ബാക്ക് ഇല്ല, സെക്കൻഡ് ക്യാൻഡിൽ പുൾ ബാക്ക് വന്ന് ട്രേഡ് എടുത്തു, പ്രോഫിറ്റ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഇവിടെ ഞാൻ ഒരു എക്സാമ്പിൾ കൂടെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫസ്റ്റ് ക്രോസ് ഓവർ ആയി കഴിഞ്ഞ് ഫസ്റ്റ് ക്യാൻഡിൽ നമുക്ക് പുൾ ബാക്ക് ഇല്ല, സെക്കൻഡ് ക്യാൻഡിൽ പുൾ ബാക്ക് വന്നു, നമ്മൾ ട്രേഡ് എടുത്തു, നമുക്ക് ടാർഗറ്റ് കിട്ടി. ഓക്കെ, അപ്പം ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഇതിന്റെ റിസ്ക് റിവാർഡ് മിനിമം 1:3, 10 പോയിന്റ് സ്റ്റോപ്പ് ലോസും
30 പോയിന്റ് പ്രോഫിറ്റും നമ്മൾ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അതായത് 1 ലോട്ടിലാണ് ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് വരുന്നത് 750 ആണ്. അതുപോലെ തന്നെ ടാർഗറ്റ് നമുക്ക് വരുന്നത് 2400 സംതിങ് ആണ് നമ്മുടെ ടാർഗറ്റ് വരുന്നത്. അത് കിട്ടിയിട്ട് മാത്രം എക്സിറ്റ് ആകാൻ വേണ്ടി ശ്രമിക്കുക എന്നല്ല, അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. അത് ഫോളോ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടി പറ്റൂ. ഓക്കെ, അപ്പം ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജിയാണ്. ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം, ഇതിന്റെ റൂൾസുകൾ പറഞ്ഞുതരാം, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അതായത് 520 EMA ക്രോസ് ഓവറിൽ ട്രേഡ് ചെയ്യുമ്പോൾ ഗ്യാപ്പ് അപ്പ് ആയിട്ടുള്ള ക്രോസ് ഓവറും ഗ്യാപ്പ് ഡൗൺ ആയിട്ടുള്ള ക്രോസ് ഓവറും ട്രേഡ് ചെയ്യാൻ വേണ്ടി പാടില്ല. അത് കഴിഞ്ഞിട്ട് 520 EMA ക്രോസ് ഓവർ ആയി കഴിഞ്ഞ് നെക്സ്റ്റ് 2 ക്യാൻഡലിനുള്ളിൽ പുൾ ബാക്ക് 5 EMA പുൾ ബാക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ ട്രേഡ് ചെയ്യാൻ വേണ്ടി പാടില്ല. ഓക്കെ, ഇത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക. പ്ലസ് എല്ലാ ട്രേഡിലും 1:3 റിസ്ക് റിവാർഡ് മെയിൻറ്റെയിൻ ചെയ്ത് ട്രേഡ് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരു ട്രേഡിൽ SL അടിച്ചെന്ന് വെച്ചിട്ട് നമ്മൾ വീണ്ടും നെക്സ്റ്റ് പെട്ടെന്ന് ട്രേഡ് എടുക്കരുത്. നെക്സ്റ്റ് ക്രോസ് ഓവറിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. മാർക്കറ്റിൽ, ലൈവ് മാർക്കറ്റിൽ നിങ്ങൾ പോയി ഈ ഒരു ഇൻഡിക്കേറ്റർ ആഡ് ചെയ്തിട്ട് നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അങ്ങനെ ഒരു 2-3 മാസം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കും, നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു സ്ട്രാറ്റജി വർക്ക് ആവുന്നുണ്ടോ ഇല്ലയോ എന്ന്. ഓക്കെ, അപ്പം ഇന്നത്തെ സ്ട്രാറ്റജി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കണ്ട. നമ്മൾ നെക്സ്റ്റ് ഒരു അടിപൊളി സ്ട്രാറ്റജി ആയിട്ട് വരുന്നവരെ